സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിൽ സ്വന്തമായി ഒരു പാത സ്വീകരിക്കുകയും അതുവഴി പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്ത താരമാണ് സന്തോഷ് പണ്ഡിറ്റ്. ഇപ്പോൾ മുഖ്യധാര സിനിമയിലേക്ക് എത്തുന്നതിൻ്റെ ത്രില്ലിലാണ് അദ്ദേഹം. മമ്മൂട്ടി, അജയ് വാസുദേവ് ടീമിൻ്റെ മാസ് ചിത്രമായ എടിയിൽ ഒരു മുഴുനീള വേഷത്തിൽ സന്തോഷ് പണ്ഡിറ്റും ഉണ്ടാകും. മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. സന്തോഷ് പണ്ഡിറ്റിൻ്റെ വാക്കുകളിലേക്ക്: ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. സെറ്റിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത്. അതുവരെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു. പണ്ഡിറ്റിനെ വിളിച്ചോളൂ എന്ന് ഡയറക്ടർ പറയുന്ന സമയത്താണ് ഞാനും മമ്മൂക്കയും ആദ്യം കാണുന്നത്. ഞങ്ങളുടെ കോമ്പിനേഷൻ സീനായിരുന്നു അത്. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് അനുഗ്രഹിക്കണം എന്നും പറഞ്ഞു. അദ്ദേഹം തിരിച്ച് എന്നോട് ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പ് ഒന്ന് കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരമൊന്നും കിട്ടിയില്ല. എങ്കിലും എന്നോട് വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത്. ഞങ്ങൾ തമ്മിൽ ധാരാളം കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നു. മമ്മൂക്ക ജോയിൻ ചെയ്തിട്ട് 10 ദിവസമേ ആയുള്ളൂ. ദിവസവും കാണും, പരസ്പരം വിഷ് ചെയ്യും. വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ കൂടുതലും വർക്കുണ്ടാകും. അതിൻ്റെ തിരക്കിലായിരിക്കും എപ്പോഴും. സീൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. കൂടെ അഭിനയിക്കുന്നവരോട് അദ്ദേഹത്തിന് പ്രത്യേക കെയറിംഗ് ഉണ്ട്. സിനിമ ഷൂട്ടിംഗ് തീരുമ്പോഴേക്കും അദ്ദേഹവുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്